Hello students, next we have another characterization of local connectedness. Here it is local connectedness of the space. Earlier we have an if and only if statement and it was local connectedness at a point. അതിൻ്റെ characterization ആയിരുന്നു. ഇതിപ്പോൾ സ്പേസിൻ്റെ തന്നെ local connectednessൻ്റെ characterization ആണ് in terms of 4 equivalent statements. Here we have 4 statements. We are going to prove that these statements are equivalent. First, we are given x is locally connected. Normal procedure തന്നെയാണ് 1 implies 2, 2 implies 3, 3 implies 4 and 4 implies 5 എന്നുള്ള മെത്തേഡ് എടുക്കാം. അപ്പോൾ നമുക്ക് 1 implies 2 പ്രൂവ് ചെയ്യാനുള്ള കാര്യം നോക്കാം. അതിന് നമ്മൾ 1 അസ്യൂം ചെയ്യും. സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണ്. 1 implies 2. സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണെങ്കിൽ സ്പേസിലെ എല്ലാ പോയിന്റ്സിലും ലോക്കൽ കണക്റ്റഡ്നെസ് ഉണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കമ്പോണൻസ് ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആർ ഓപ്പൺ. അപ്പോൾ 1 അസ്യൂം ചെയ്തു കമ്പോണൻസ് ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആർ ഓപ്പൺ. അതിന് നമുക്കൊരു ഓപ്പൺ സെറ്റ് എടുക്കാം. ലെറ്റ് ജി ഓപ്പൺ സബ്സെറ്റ് ഓഫ് എക്സ്. സബ്സെറ്റ് സിയുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സബ്സെറ്റ് ഓഫ് എക്സ്. കമ്പോണൻസ് ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആർ ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജിയുടെ ഒരു കമ്പോണൻറ്റ് സി കമ്പോണൻറ്റ് ഓഫ് എക്സ്. ഇതിൻ്റെ ബാക്കിയായിട്ട് സി കമ്പോണൻറ്റ് ഓഫ് എക്സ് കമ്പോണൻറ്റ് ഓഫ് ജി ആണ് എന്ന് അസ്യൂം ചെയ്തു. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കമ്പോണൻസ് ആർ ഓപ്പൺ. അപ്പോൾ സി ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യണം. സി ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യാൻ എന്നാ വേണം? സി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഇതാ വേണ്ടത് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. സി ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് പോയിന്റ് എടുക്കാം. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് സി. എക്സ് എലമെന്റ് ഓഫ് സി എടുത്തു. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് സി ഈസ് എ കമ്പോണന്റ് ഓഫ് ജി. സി ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ജി ഓപ്പൺ എന്നല്ലേ തന്നിരിക്കുന്നത്? അങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ജി ഓപ്പൺ ആയതുകൊണ്ട് ജി നെയ്ബർഹുഡ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആണ്. സോ ലോക്കൽ കണക്റ്റഡ് സ്പേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എക്സിലും ലോക്കൽ കണക്റ്റഡ്നെസ് ഉണ്ട്. ലോക്കൽ കണക്റ്റഡ്നെസ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് സ്പേസ് എക്സ് ഉണ്ട്. അപ്പോൾ ഈ എക്സിലും ഉണ്ട്. ലോക്കൽ കണക്റ്റഡ്നെസ് അറ്റ് എക്സ് ഇംപ്ലൈസ് കഴിഞ്ഞ ക്യാരക്ടറൈസേഷനിൽ ലോക്കൽ കണക്റ്റഡ്നെസ് എക്സ് ഈസ് ലോക്കലി കണക്റ്റഡ് അറ്റ് എക്സ് ഇംപ്ലൈസ് എന്തായിരുന്നു കഴിഞ്ഞ തീരത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ്? സ്പേസ് ഒരു പോയിന്റിൽ ലോക്കലി കണക്റ്റഡ് ആകുന്നതിൻ്റെയാണ് കഴിഞ്ഞ നേരം പറഞ്ഞിരിക്കുന്നത് ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെന്റ്. ഇഫ് ആൻഡ് ഓൺലി ഫോർ എവരി നെയ്ബർഹുഡ് n of x, the component of n containing x is also a neighborhood of x. Here G is a neighborhood of x. Space is locally connected at the point x. So component of G containing x. C is a component of G. G is a neighborhood. അപ്പോൾ component of G containing x is also a neighborhood of x. G ഓപ്പൺ ആയതുകൊണ്ട് G നെയ്ബർഹുഡ് ആണെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ സി ജിക്കകത്ത് വരുന്ന കമ്പോണൻ്റ് ആണ്. സ്പേസ് എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ തീരം വഴി സിയും നെയ്ബർഹുഡ് ഓഫ് എക്സ് ആണ്. കഴിഞ്ഞ തീരത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ജി നെയ്ബർഹുഡ് ഓഫ് എക്സ് ആയി ജി ഓപ്പൺ ആയതുകൊണ്ട്. ജിക്കകത്ത് വരുന്ന കമ്പോണന്റ് സിയും ഉറപ്പായിട്ടും ലോക്കൽ കണക്റ്റഡ്നെസ് ഉള്ള പോയിന്റിന്റെ നെയ്ബർഹുഡ് ആയതുകൊണ്ട് സിയും നെയ്ബർഹുഡ് ഓഫ് എക്സ് ആകും എന്നാണ് കഴിഞ്ഞ തീരം പറയുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ 1 implies 2 നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 2 implies 3 പ്രൂവ് ചെയ്യണം. അതിന് 2 നമ്മൾ അസ്യൂം ചെയ്യുന്നു. കമ്പോണൻസ് ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ആർ ഓപ്പൺ. 2 അസ്യൂം ചെയ്താൽ നമുക്ക് 3യിലും കൂടുതലാണ് കിട്ടാൻ പോകുന്നത്. ഇനി സ്പേസിനൊരു ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ്. അപ്പോൾ ഒരു ഫാമിലി ബേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടേ? ആ ഫാമിലിയിൽ നിന്ന് ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിനെ ബേസ് എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതണം. അതാണ് ബേസിന്റെ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു ഫാമിലി ടോപ്പോളജിക്കൽ സ്പേസിൽ തന്നാൽ അത് ബേസ് ആണെന്ന് പറയുന്നത് അപ്പോഴാണ്. ഓപ്പൺ സെറ്റിനെ ബേസ് എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതുമ്പോഴാണ് ഓപ്പൺ സെറ്റിനെ. നമുക്കൊരു ഓപ്പൺ സെറ്റ് എടുത്ത് നോക്കാം. ലെറ്റ് ജി സബ്സെറ്റ് ഓഫ് എക്സ് ഓപ്പൺ. എക്സിന്റെ ഒരു ഓപ്പൺ സബ്സെറ്റ് ജി എടുത്തു. ഇനി ഈ ജിയെ നമ്മൾ റിലേറ്റീവ് ടോപ്പോളജി ജിയിൽ റിലേറ്റീവ് ടോപ്പോളജി പരിഗണിച്ച് ജിയെ സ്പേസ് ആയിട്ട് കാണും. അപ്പോൾ കമ്പോണന്റിന്റെ ഒരു പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചാൽ മതി.
നമ്മൾ കമ്പോണൻസിന് കുറേ കമ്പോണൻസ് ആർ ക്ലോസ്ഡ്, ഡിസ്റ്റിങ്ക്ട് കമ്പോണൻസ് ആർ ഡിസ്ജോയിന്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ പ്രോപ്പർട്ടി എന്നാ, സ്പേസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പോണൻസിന്റെ 4ാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്താലും മതി, പിന്നെ മാർക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് കമ്പോണൻസ്, സ്പേസിനെ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് കമ്പോണൻസ് എന്ന് എഴുതാം. അപ്പൊ ജിയെ റിലേറ്റീവ് ടോപ്പോളജി വെച്ച് സ്പേസ് ആയിട്ട് കണ്ടിരിക്കുക. അപ്പൊ ജി ഇസ് ദ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. ജിയുടെ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് കമ്പോണൻസ്. അപ്പൊ ഇതിന്റെ അകത്തുള്ളത് കമ്പോണൻസ് ആണ്. കമ്പോണൻസ് ആണെങ്കിൽ കണക്റ്റഡ് ആണ്, ഇംപ്ലൈസ് കണക്റ്റഡ്. ജി ഈസ് ദ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. അപ്പോൾ എങ്ങനെ എഴുതിയേക്കുന്നത്, ജി കമ്പോണൻസിന്റെ യൂണിയൻ ആയിട്ട് എഴുതി. ദെൻ ജി യൂണിയൻ ഓഫ് കണക്റ്റഡ് സെറ്റ്സ് എന്ന് എഴുതി. ജി യൂണിയൻ ഓഫ് കണക്റ്റഡ് സെറ്റ്സ് എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഏതൊരു ഓപ്പൺ സെറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് എടുത്താലും കണക്റ്റഡ് സെറ്റിന്റെ യൂണിയൻ ആയിട്ട് എഴുതി. ഇതേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. എക്സ് ഹാസ് എ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് എന്ന് പറയാൻ എക്സിന്റെ ഒരു ഓപ്പൺ സെറ്റ് ജി എടുത്തു, അതിനെ കണക്റ്റഡ് സബ്സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതി. അത് മതി. അപ്പൊ അത് നേരെ നടക്കത്തില്ല. അപ്പൊ ജി സബ്സെറ്റ് ഓഫ് എക്സ്, അവിടെ റിലേറ്റീവ് ടോപ്പോളജി ഉണ്ടാക്കിയിട്ട് ജി എ സ്പേസ് ആയിട്ട് കാണുക. കമ്പോണൻസിന്റെ പ്രോപ്പർട്ടി സ്പേസ് ക്യാൻ ബി റിട്ടൺ ആസ് ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് എന്നുണ്ട്. ജി സ്പേസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ ജി ക്യാൻ ബി റിട്ടൺ ആസ് എ ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് എന്നുണ്ട്. അപ്പൊ ജി യൂണിയൻ ഓഫ് കമ്പോണൻസ് കണക്റ്റഡ് സെറ്റ്സ് ആണ്. ജി യൂണിയൻ ഓഫ് കണക്റ്റഡ് സെറ്റ്സ് എന്നായി. അതല്ലേ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. കണക്റ്റഡ് സെറ്റ്സ് ആണ്, എക്സിന്റെ കണക്റ്റഡ് സബ്സെറ്റ്സ് ആണ്, ബേസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ഇതുപോലെ കണക്റ്റഡ് സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതും. ഇനി ഓപ്പൺ സെറ്റ്സിന്റെ കമ്പോണൻസ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജി ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഈ എടുത്ത കണക്റ്റഡ് സെറ്റ്സ് ഓപ്പൺ കൂടിയാണ്. ഇതിവിടെ ചോദിച്ചിട്ടില്ല. എക്സ് ഹാസ് എ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് ഓപ്പൺ സെറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ കണക്റ്റഡ് ഓപ്പൺ സെറ്റ്സ് എന്ന് ഇവിടെ ഉണ്ട്. ജി ഓപ്പൺ ആയതുകൊണ്ട് അതിന്റെ കമ്പോണൻസ് ഓപ്പൺ ആയിരിക്കും എന്ന് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2 അസംഷൻ ആയ സ്ഥിതിക്ക് അതും കൂടി ഉണ്ട്. അത്ര ഇവിടെ ചോദിച്ചിട്ടില്ല, അപ്പൊ അതും കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പൺ കണക്റ്റഡ് സെറ്റ്സ് ആണ് ഇവിടെ ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി അത്രയും വേണമെന്നില്ല, 3 implies 4, അതുകൊണ്ടാണ് ഇവിടെ അത് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണക്റ്റഡ് ഓപ്പൺ നെയ്ബർഹുഡ്സിന്റെ യൂണിയൻ ആയിട്ട് ബേസ് ഉണ്ടെങ്കിലും നമ്മൾ 3 implies 4 പറയുമ്പോൾ ശ്രദ്ധിക്കണം. 3ൽ എക്സ് ഹാസ് എ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് എന്നേ തന്നിട്ടുള്ളൂ, എന്നിട്ട് 4 പ്രൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ഹാസ് എ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് ഓപ്പൺ ഇപ്പോൾ പറയത്തില്ല, തീരത്തിൽ അത് തന്നിട്ടില്ല. മറ്റേത് ഉണ്ടായിരുന്നുകൊണ്ട് 2 ഉണ്ടായിരുന്നുകൊണ്ട് ഇതുണ്ട് എന്ന് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. തീരത്തിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, എക്സ് ഹാസ് എ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സിനേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യണം. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്, നമുക്കൊരു എക്സ് എലമെന്റ് ഓഫ് എക്സ് എടുക്കാം. ആൻഡ് എൻ ബി എനി നെയ്ബർഹുഡ് ഓഫ് എക്സ്. ഫോർ ഓൾ നെയ്ബർഹുഡ്സ് വേണം, നമ്മൾ പ്രത്യേകതയൊന്നും കൊടുക്കുന്നില്ല. സ്പേസിലെ ഒരു പോയിന്റും അതിൻ്റെ ഏതെങ്കിലും ഒരു നെയ്ബർഹുഡ് എന്നും എടുക്കുന്നു. എന്നിട്ടൊരു കണക്റ്റഡ് ഓപ്പൺ നെയ്ബർഹുഡ് എം എന്നിനകത്തുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എൻ നെയ്ബർഹുഡാണ്. സ്പേസിനൊരു ബേസ് ഉണ്ട് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിനും നമുക്ക് വേറൊരു ഡെഫിനിഷൻ ഉണ്ട്. ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിനെ ബേസ് എലമെന്റ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാം, അല്ലെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ അകത്തൊരു ബേസ് എലമെന്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു ബേസ് എലമെന്റ് ഉണ്ട്, there exists a ബേസ് എലമെന്റ്. 3 പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് എന്താ ബേസ് എലമെന്റ്? കണക്റ്റഡ് സെറ്റ്. കണക്റ്റഡ് സെറ്റിന് നമുക്ക് എം എന്നങ്ങ് പേര് വിളിക്കാം. സച്ച് ദാറ്റ് എം ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. എം ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. ഇത് നമുക്ക് നേരെ ചെയ്യാമായിരുന്നു, പക്ഷെ അപ്പം ഓപ്പൺ ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എൻ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ വരുന്നത്. പക്ഷെ എൻ ഈസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. നെയ്ബർഹുഡ് ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഓപ്പൺ സെറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യമേ അതാണ് നമ്മൾ ചെയ്യുന്നത്. there exists ഓപ്പൺ സെറ്റ് വി. അതാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഓപ്പൺ സെറ്റ് വി such that എക്സ് എലമെന്റ് ഓഫ് വി ആൻഡ് വി ഈസ് എ എൻ നെയ്ബർഹുഡ് ആയതുകൊണ്ട് അതിനകത്തൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്. വി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. ഇനി വി ഓപ്പൺ ആയതുകൊണ്ട് സ്പേസിന് ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഉണ്ട്. ഓപ്പൺ സെറ്റിന്റെ അകത്തൊരു ഈ പറഞ്ഞ കാര്യം തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം. വി ഓപ്പൺ 2 implies
അല്ല 3 ഇംപ്ലീസ് 3ൽ പറഞ്ഞിരിക്കുന്നത് ബേസ് ഏതാണെന്ന്. അപ്പോൾ ഓപ്പൺ സെറ്റിൻ്റെ അകത്ത് ഒരു ബേസ് എലമെന്റ് ഉണ്ട്, ഈ പറഞ്ഞ എം ഇതിൻ്റെ അകത്താണ്. എക്സ് എലമെന്റ് ഓഫ് എം, എം ഈസ് എ സബ്സെറ്റ് ഓഫ് വി, വി ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അപ്പോൾ അങ്ങനെ നെയ്ബർഹുഡിനകത്തെ ഓപ്പൺ സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ, ഇവിടെ എം കണക്റ്റഡ് ആണ്, വി ഓപ്പൺ ആണ്. അപ്പം നെയ്ബർഹുഡിനകത്തൊരു കണക്റ്റഡ് സെറ്റ് കിട്ടി. ഓപ്പൺ ആണ് എന്ന് കിട്ടാൻ ഇനി എം ഓപ്പൺ അല്ലെങ്കിലും എമ്മിനകത്ത് അതിൻ്റെ ഇൻറ്റീരിയർ എടുത്താൽ മതി. എം കണക്റ്റഡ് ആണ്, ഇൻറ്റീരിയർ കണക്റ്റഡ് ആയിരിക്കും. സോ വി ഗെറ്റ് എ കണക്റ്റഡ് ഓപ്പൺ നെയ്ബർഹുഡ് എം ഓഫ് എക്സ് സച്ച് ദാറ്റ് എം ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അപ്പം നേരെ പറ്റില്ല, നെയ്ബർഹുഡിനകത്ത് ഓപ്പൺ സെറ്റ് വി ഇതുപോലെ നേരിട്ട് ചെയ്തേക്കരുത്. ബേസ് എലമെന്റ് നെയ്ബർഹുഡിനകത്ത് ബേസ് എലമെന്റ് എന്നല്ല, ഓപ്പൺ സെറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ബേസ് എലമെന്റിനെ കിട്ടും. അത് ഉപയോഗിച്ചാണ് നമ്മൾ 3 ഇംപ്ലൈസ് 4 പ്രൂവ് ചെയ്യുന്നത്. ഇനി 4 ഇംപ്ലൈസ് 1 കൂടെ ഉള്ളൂ. 4 ഇംപ്ലൈസ് 1 നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ അറിയാം. പ്രൂഫിൻ്റെതായിട്ട് നമുക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. 4 ഇംപ്ലൈസ് 1 നമ്മൾ 4 അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്ത് കൂടുതലുണ്ട്. കണക്റ്റഡ് ഓപ്പൺ നെയ്ബർഹുഡ് എം ഉണ്ട്. നമുക്ക് ലോക്കൽ കണക്റ്റഡ്നെസ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിൻ്റെ അകത്തൊരു കണക്റ്റഡ് ഓപ്പൺ നെയ്ബർഹുഡ് എം ഉണ്ടെങ്കിൽ കണക്റ്റഡ് നെയ്ബർഹുഡും ഉണ്ട്. അതാണ് ലോക്കൽ കണക്റ്റഡ്നെസ്സിന് വേണ്ട കണ്ടീഷൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അസ്യൂം 4, ഇത്ര നമുക്ക് എഴുതാം, അത്രേ ഉള്ളൂ. അസ്യൂം 4 എന്നിട്ട് തന്നെ ലോക്കൽ കണക്റ്റഡ്നെസ് പ്രൂവ് ചെയ്യണം. ലെറ്റ് എൻ ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ് ഓഫ് ലോക്കൽ കണക്റ്റഡ്നെസ് ഓഫ് സ്പേസ് പ്രൂവ് ചെയ്യേണ്ടല്ലേ. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്, ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ഏത് എക്സ് വേണേലും ആകാം, ആൻഡ് എൻ ബി എനി നെയ്ബർഹുഡ് ഓഫ് എക്സ്. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും ഏത് പോയിന്റിൻ്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും അതിലിവിടെ പറഞ്ഞേക്കുന്നത് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് ഫോർ ഓൾ നെയ്ബർഹുഡ് ഓഫ് എക്സ്. വേർ എക്സസ് എം നമുക്ക് മുഴുവൻ വേണ്ട, കണക്റ്റഡ് ഓപ്പൺ ഉണ്ട്, ഓപ്പൺ നമുക്ക് വേണ്ട. എം കണക്റ്റഡ് സച്ച് ദാറ്റ് എം ഇസ് കണ്ടെയ്ൻഡ് ഇൻ n by 4. So x is locally connected at each of its points. So since x is arbitrary, n is arbitrary, x is locally connected. സ്പേസിനും ലോക്കൽ കണക്റ്റഡ്നെസ് പറയാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ equivalent conditions പ്രൂവ് ചെയ്യാം. This is equivalent conditions for local connectedness of the space, അല്ലെ characterization for local connectedness of the space. Earlier we have seen the characterization of local connectedness at a point. അതാണ് മുമ്പിലത്തെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം. എല്ലാം ജസ്റ്റ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാനുള്ളേ ഉള്ളൂ. കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ ഉള്ളൂ, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.